ചില ക്രിയകളൊക്കെ നടന്നതിന്റെ പശ്ചാത്തലത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവരും വളരെ ആശങ്കയിൽ നിന്നിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് 200 വോട്ടിന്റെ പുറത്ത് നമ്മൾ സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചു എന്നുള്ളത്. ഈ ഒരു ചരിത്ര ഇന്നത്തെ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ, ഇന്നത്തെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ, ഇവിടെ നേരത്തെ ഇപ്പോൾ സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയില്ല. അതല്പം ഒരു ശരികളവും എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചതിന് ശരിക്കും ദൃക്സാക്ഷികളുണ്ട്. 4-5 ആളുകൾ എന്നോട് എന്ന് പറഞ്ഞവരുണ്ട് കാശ് കൊടുത്തത്. ഇപ്പൊ വേണമെങ്കിൽ ആളെ പേര് ഞാൻ പുസ്തകം തയ്യാറാണ്. ആരാണ് കാശ് കൊടുത്തതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ പ്രദേശത്തെങ്കിലും ഇതിന് വിലയില്ല എന്ന് കണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മറ്റെവിടൊക്കെ നടന്നാലും വലിയ പറമ്പിൽ അത് നടന്നിട്ടില്ല. വലിയ പറമ്പ് ചുവപ്പാണെന്ന് പറഞ്ഞല്ലോ, ഇന്നും ഇന്നലെയും എല്ലാം ചുവപ്പായത്. ഞാൻ ആ കാര്യങ്ങൾ അങ്ങനെ വിശദമായിട്ട് പറയുന്നത് അല്ല ശരി എന്ന് എനിക്ക് തോന്നുകയാണ്. വലിയ പറമ്പ് ചുവപ്പാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലം മുതൽ ചുവന്നിട്ടുണ്ട്. അത് പച്ചയാക്കാൻ തൽക്കാലം ആര് പരിശ്രമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പഞ്ചായത്തിൽ കുറേയധികം വാർഡുകൾ കിട്ടിയിട്ടുണ്ട്, സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വലിയ പറമ്പിൽ ഈ കേന്ദ്രത്തിൽ നിങ്ങൾ അപശബ്ദമുണ്ടാക്കാൻ വരാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ സ്ഥലത്ത് ഒരു പ്രത്യേക സംസ്കാരമുണ്ട്, ഈ സ്ഥലത്ത് ഒരു പ്രത്യേക അച്ചടക്കമുണ്ട്. ഇവിടെ ഒരു പള്ളിയുണ്ട്, ഒരു മദ്രസയുണ്ട്, ഒരു സ്കൂളുണ്ട്. ഈ അന്തരീക്ഷത്തിലാണ് സംസ്കാരം ഇവിടെ വളർന്നുള്ളത്. ഈ അന്തരീക്ഷത്തിലൂടെ വന്ന സംസ്കാരം നഷ്ടപ്പെടുത്താൻ വളരെ ദിവസങ്ങളായിട്ട് ഇവിടെ അപശബ്ദങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വളരെ വിഷമത്തോടു കൂടി കാണുകയായിരുന്നു. ഇതുവരെ എന്തൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഞാൻ പണ്ട് പറഞ്ഞതുപോലെ അസംബ്ലി മുതൽ പഞ്ചായത്ത് മുതൽ ഒരുപാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ അനുഭവിച്ച ആളാണ്. ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ നമ്മുടെ ഈ പ്രദേശത്ത്, ഏത് പ്രദേശത്ത്, വലിയ പറമ്പിൽ നിന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സ്കൂൾ, ഒരു മദ്രസ, ഒരു പള്ളി, ഇതിന് ചുറ്റുപാട് നിൽക്കുന്ന ഒരു സംസ്കാരം, ഒരു അച്ചടക്കം നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഈ അച്ചടക്കത്തിന് ഒരു കേടുവരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നതിലാണ് എനിക്കതിയായ പ്രയാസമുള്ളത്. ഇവിടെ പറഞ്ഞതുപോലെ കാശ് കൊടുത്തു. ആ കാശ് കൊടുത്തതിൽ ചില ആളുകളുടെ പേരൊക്കെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു മാഷ പേരൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാനത് ശരിയാണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ആഗ്രഹിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ വിശദമായിട്ട് പറയില്ല. ഏതായിരുന്നാലും ഇത്രയും നല്ലൊരു അന്തരീക്ഷം, ഇവിടെയെങ്കിലും സമാധാനം. ഞാൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആഘോഷത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ സമാധാനം, ഏത് സമാധാനം? നമ്മളിവിടെ ഉൾക്കൊള്ളുന്ന ഒരു അച്ചടക്കം, രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും എന്ത് പ്രവർത്തനത്തിലായാലും ഈ പ്രദേശത്ത് ഒരു പ്രത്യേക അച്ചടക്കമുള്ള ഒരു സ്ഥലമാണ്. പണ്ടേ അങ്ങനെയാണ്. വലിയ പറമ്പിന്റെ അച്ചടക്ക കേന്ദ്രം പണ്ടേ ഈ സ്ഥലമാണ്. ഈ അച്ചടക്കത്തിന് കേടുവരാൻ പാടില്ല. അത് കേടുവരുത്തുമായിരുന്നു ഈ ഫലം മറിച്ചാണെങ്കിൽ. ഈ തെരഞ്ഞെടുപ്പ് ഫലം മറിച്ചാണെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനെയല്ല. ഞാൻ സംസാരിക്കുന്ന പോലെ ഒരു ശബ്ദമുണ്ടാക്കാതെ ആരും ഇവിടെ നിൽക്കില്ല. അച്ചടക്കമില്ല. അതാണ് ഇവിടെ കാണുന്നത്. അതിനുള്ള ചില സൗകര്യം ചെയ്തു കൊടുത്തവർ ഇവിടെയുണ്ട്. ഞാൻ അവിടെ രാഷ്ട്രീയത്തെ എതിർക്കയില്ല. രാഷ്ട്രീയത്തിൽ ഓരോരുത്തർക്കും ഉള്ള അഭിപ്രായം പോലെ ചെയ്യാൻ പ്രവർത്തിക്കാം. എന്റെ നിലപാട് ഒന്നാണെങ്കിൽ എന്റെ മകന് വേറെ നിലപാട് സ്വീകരിക്കാം. അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ മാത്രം വന്നുകൊണ്ട്, പുളിക്കൽ പഞ്ചായത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത ഒരു കേന്ദ്രത്തിൽ മാത്രം വന്നുകൊണ്ട് അപശബ്ദങ്ങൾ ഉയർത്തുന്നു. എന്താണ് അതിനർത്ഥം? ഒരു പ്രത്യേക അർത്ഥമില്ലേ? ഒരു ശബ്ദം ഇവിടെ മാത്രം ഉയർത്തുന്നു. ഞാൻ അധികം സംസാരിക്കുകയല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ, നമ്മുടെ കുട്ടികൾ അച്ചടക്കം എവിടെയും വേണം. നിങ്ങളുടെ ആഘോഷത്തിലേക്ക് ഇറങ്ങുകയാണ്. ആഘോഷിക്കാം, സന്തോഷിക്കാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് സന്തോഷിക്കാനുണ്ട്. പുളിക്കൽ പഞ്ചായത്ത് ഭരണമൊക്കെ നഷ്ടപ്പെട്ടു, ശരിയാണ്. 70 കൊല്ലം മുമ്പ് ഭരിച്ച ഒരു ബോർഡ് കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് കിട്ടിയത് വീണ്ടും നഷ്ടപ്പെട്ടിരിക്കണോ? പക്ഷേ സംസ്കാരം കൈവിട്ടില്ല. നിങ്ങൾ വളരെ അച്ചടക്കത്തോടു കൂടിയായിരിക്കണം ഈ ആഘോഷ പരിപാടി നടത്തേണ്ടത്. അതാണ് നാം കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ നിങ്ങളിവിടെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയപ്പോൾ കൊണ്ട് വരാനുള്ള മനസ്സുകൊണ്ട് അല്പം ഒരു പ്രയാസമുള്ളതുകൊണ്ട് കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അത് എത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒറ്റ വാക്കുകൂടി പറയുകയാണെങ്കിൽ, വലിയ പറമ്പ് ചുവപ്പ് പച്ചയാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അത് ഇവിടെ നടക്കുന്ന കാര്യമില്ല. അത് ആര് പരിശ്രമിച്ചാലും കാര്യമില്ല. അതാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ ബൂത്ത്, ഈ ഭാഗത്തുള്ള ഈ ബൂത്ത് 200ന്റെ പുറത്ത് വോട്ട് ഈ ബൂത്തിലൂടെ ലീഡ് കിട്ടിയിരിക്കുകയാണ്. അതൊരു എനിക്കൊരു ഓരോരുത്തരെയും വിളിച്ച് നന്ദി പറയാൻ വേണ്ടി തോന്നുകയാണ്. അത്രക്കും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച് നിങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ വളരെ ദിവസങ്ങളായി അങ്ങേറ്റം പ്രവർത്തിക്കുന്നത് നേരിട്ടും അല്ലാതെയും ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി KT ബാവ ഇവിടെ ഉണ്ടോ? ഈ മെമ്പറെ മാറയിട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ വേറെ KT ബാവയെ മാറിയിട്ട് കൊണ്ടുപോകണം.
അത്രയധികം പ്രവർത്തിച്ചുകൊണ്ട് ഓരോ ദിവസവും വളരെ ആശങ്കയായിരുന്നു ബാവക്ക്. മിനിയാന്ന് രാത്രി വരെ എൻ്റെ അടുത്ത് വന്നപ്പോൾ തലേ ദിവസം പോയ കണ്ണുമ്പോഴൊന്നുമല്ല, ഞാൻ ബൂത്തിൽ വന്നപ്പോൾ. അപ്പൊ എന്താ കാര്യം? ഇപ്പം നേരത്തെ ഈ പറഞ്ഞതാ, പല കേൾവികളും അവിടെ കൊടുത്തു, മറ്റവന് 200 കൊടുത്തു എന്നൊക്കെ പറഞ്ഞ കേൾവികളുണ്ടായ ആശങ്ക KT ബാവയുടെ മുഖത്തും ഞാൻ സ്പർശിച്ചിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിമറിച്ച് ശരിയായ ഒരു രാഷ്ട്രീയ ദിശയിൽ നീങ്ങിയ നിങ്ങളെ വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കും, ഞാൻ അനുമോദിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു.